റഷ്യ ഉക്രൈൻ യുദ്ധം. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയും ഉക്രൈനും പരസ്പരം നിരവധി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ദിവസേനയുള്ള അപ്ഡേറ്റുകളോ വലിയ ആക്രമണമോ ഉണ്ടാകുമ്പോൾ ഈ ഡ്രോണുകളുടെ ഉപയോഗം എങ്ങനെയാണ്? $100 മുതൽ $1000 വരെ വിലമതിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് എങ്ങനെ റഷ്യയുടെ ആയുധങ്ങൾക്കും അതുപോലെ റഷ്യ കാരണം ഉക്രൈന്റെ ആയുധങ്ങൾക്കും നഷ്ടങ്ങൾ സംഭവിക്കുന്നു? ഈ ഡ്രോണുകളുടെ പ്രാധാന്യം, ഡ്രോണുകളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് അതിന്റെ ഭാവി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ റഷ്യയുടെ പുതിയ തന്ത്രം വെറും $1500 വിലയുള്ള ഡ്രോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് അവർ പാട്രിയറ്റ് മിസൈലുകളെ പൂരിതമാക്കുന്നത്? മിനിമം $1500 തുടങ്ങുന്ന ഈ ഡ്രോണിന്റെ വില കൂടിപ്പോയാൽ $5000 മാത്രമാണ്. ഇങ്ങനെ $5000 വിലയുള്ള ആ ഡ്രോണുകൾ ഉപയോഗിച്ച് അവർ എങ്ങനെയാണ് 4 മില്യൺ വരെ വിലമതിക്കുന്ന പാട്രിയോട്ട് മിസൈലുകളെ നശിപ്പിക്കുന്നത്? മാത്രവുമല്ല, ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച്, അതും ഉക്രൈന്റെ സിം കാർഡുകൾ ഉപയോഗിച്ച് അവർ എങ്ങനെയാണ് ഉക്രൈൻ ഇത്രയും നഷ്ടമുണ്ടാക്കുന്നത്? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. രണ്ട് ദിവസം മുൻപ് റൊമാനിയയിലെ പ്ലോറ എന്ന പ്രദേശത്ത് റഷ്യയുടെ ഷാഹിദ് ഡ്രോൺ, ഇതിനെ റഷ്യയുടെ ജെറാൻ ഡ്രോൺ എന്ന് വിളിക്കാം, ഈ ഡ്രോൺ ഉപയോഗിച്ച് റഷ്യ ഉക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണം ദിശ മാറി റൊമാനിയയുടെ അതിർത്തിയിൽ വീണു. റൊമാനിയയ്ക്ക് അതിൽ നഷ്ടവും സംഭവിച്ചു. നാറ്റോ മേഖലയിൽ റഷ്യൻ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഈ വാർത്ത നമ്മുടെ ചാനൽ നമ്മൾ നേരത്തെ കണ്ടു. പക്ഷേ ഇപ്പോഴാണ് ഒരു കാര്യം പുറത്തു വന്നത്. ഈ ഡ്രോൺ ആക്രമണത്തിൽ ഷാഹി ഡ്രോണുകളും മറ്റു ഡ്രോണുകളും മാത്രം റഷ്യ ഉപയോഗിച്ചിട്ടില്ല. 2 പുതിയ തരം ഡ്രോണുകൾ കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്തിടെ ഉക്രൈന്റെ ടാങ്ക് റിപ്പയറിംഗ് ഘടന, അല്ലെങ്കിൽ ടാങ്കുകൾ നന്നാക്കുന്ന ഫാക്ടറി നശിപ്പിച്ചല്ലോ, അതിൽ പോലും ഈ ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിച്ചു. ഈ 2 പുതിയ തരം ഡ്രോണുകൾ കാരണം ഉക്രൈനിലെ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം, മറ്റ് S-300 IRIST മറ്റ് എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ 2 പുതിയ തരം ഡ്രോണുകൾ അത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഈ പുതിയ തരം ഡ്രോണുകൾ നിർമ്മിക്കാൻ അവർ സ്റ്റൈറോഫോം ഉപയോഗിച്ചു. അതുമാത്രമല്ല, സാധാരണ പ്ലൈവുഡ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലൈവുഡ് മെറ്റീരിയലുകൾ, അതുപയോഗിച്ച് അവർ മറ്റൊരു ഡ്രോൺ നിർമ്മിച്ചു. എന്താണ് ഇപ്പോൾ സ്റ്റൈറോഫോം? ഇതൊരു പുതിയ മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന തെർമോകോൾ, അതുപോലെ ഒരു പ്രത്യേക തരം വാതകം കൊണ്ട് വികസിപ്പിച്ചിരിക്കുന്ന കനം കുറഞ്ഞ വെള്ള പ്ലാസ്റ്റിക്. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ ഈ പാനിപ്പൂരി കഴിക്കുന്ന പേപ്പർ കപ്പ്, അതുകൂടാതെ ഒരു ഫംഗ്ഷനൊക്കെ പോയാൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കപ്പ് തരും. അത് കാണാൻ പ്ലാസ്റ്റിക് പോലെ തോന്നും. അതിനെ സ്റ്റൈറോഫോം എന്ന് വിളിക്കുന്നു. അതേ സ്റ്റൈറോഫോമിനെ കൂടുതൽ കോൺസെൻട്രേഷനിൽ, അല്ലെങ്കിൽ അല്പം ഭാരം കൂടിയതിനെ അവർ ഈ ഡ്രോണിനുള്ള ഒരു വസ്തുവായി ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഡ്രോണിന്റെ വില നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും 80% കുറവാണ്. ഇപ്പോൾ സാധാരണയായി അവരൊരു ഡ്രോൺ നിർമ്മിക്കാൻ ഒരു ലോഹം ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന്റെ വില $10,000 ആണ് എന്ന് ചിന്തിക്കുക. ഈ സ്റ്റൈറോഫോം, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന കാർഡ്ബോർഡ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൈവുഡ് മെറ്റീരിയൽ, ഇവ ഉപയോഗിച്ച് ഡ്രോൺ നിർമ്മിക്കുമ്പോൾ അത് $2000 മാത്രം നിൽക്കും. ഈ $2000 ആ ഡ്രോണിന്റെ വില കഴിഞ്ഞു. അതിനുപയോഗിക്കുന്ന മോട്ടോറുകളുടെയും എഞ്ചിനുകളുടെയും വില അത്രമാത്രം. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന സിം കാർഡ് പോലും ഉക്രൈൻ സിം കാർഡാണ് റഷ്യ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് റഷ്യയിൽ പുതിയ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിലൂടെ റഷ്യയുടെ ചിലവ് വളരെ കുറയുന്നു. ഒരു ഡ്രോണിനെ $10,000 ചിലവിൽ നിർമ്മിക്കുന്ന അതേ സ്ഥാനത്ത് ഈ $10,000 5 ഡ്രോണുകൾ നിർമ്മിക്കാൻ സാധിക്കും. അതിനുള്ള അവസരവും റഷ്യക്ക് കിട്ടുമ്പോൾ 5 ഡ്രോണുകൾ അവർ നിർമ്മിച്ച് അതിനെ ലോഞ്ച് ചെയ്ത് അവർ ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇതിലെ വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? റേഡാറിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ, അല്ലെങ്കിൽ വരുന്ന ഭീഷണികൾ കണ്ടെത്തുന്ന ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഡീകോയ്സായി ഇവ ഉപയോഗിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഒരു മിസൈൽ വരുന്നു, യഥാർത്ഥത്തിൽ ഒരു വലിയ ഡ്രോൺ വരുന്നു എന്ന് കാണിക്കുന്ന റേഡാർ ഉപകരണങ്ങളും ഈ ഡ്രോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വളരെയധികം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. അവരിതിൽ ഉക്രൈന്റെ സിം കാർഡ് ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞു. റഷ്യയുടെ സിം കാർഡ് ഉപയോഗിക്കുന്നതിന് ഉക്രൈന്റെ സിം കാർഡ് ഉപയോഗിക്കുന്നതിനും ഒരു വലിയ വ്യത്യാസമുണ്ട്. GPS ഉപയോഗിക്കുമ്പോൾ ഈ സിം കാർഡുകൾ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് മൊഡ്യൂളുകൾ വഴി ധാരാളം ഡാറ്റ കൈമാറാൻ കഴിയും. കൂടാതെ ഒരൊറ്റ സിം കാർഡ് ഉപയോഗിച്ച് ഡാറ്റ കൈമാറുന്ന ഡ്രോണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നോ അതിലധികം സിം കാർഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾക്ക്, അതിനെ മൾട്ടി മോഡൽ സിം കാർഡ് എന്ന് വിളിക്കുന്നു, ഇവയ്ക്ക് ധാരാളം ഡാറ്റ കൈമാറാൻ കഴിയും. ഇപ്പോൾ റഷ്യയുടെ സിം കാർഡുകൾ റഷ്യയുടെ ഡ്രോണുകളിൽ വച്ച് അത് ഉക്രൈനെതിരെ ഉപയോഗിച്ചാൽ
റഷ്യക്ക് എന്ത് വലിയ മാറ്റമുണ്ടാകാനാണ്? എന്താണ് വലിയ നേട്ടമുണ്ടാക്കുക എന്ന് ചോദിച്ചാൽ, ഉക്രൈന്റെ സിം കാർഡ് കവറേജ് അനുസരിച്ച് ആ ഡ്രോൺ എത്രത്തോളം ഉക്രൈന്റെ പ്രദേശത്തിനുള്ളിലേക്ക് പോകുന്നുവോ അത്രയും കവറേജ് റഷ്യയിലേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു റഷ്യൻ സിം കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ലൈനോട് ചേർന്നുള്ള കുറച്ച് മേഖലകളിൽ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ കഴിയൂ. ഉക്രൈന്റെ അതിർത്തി കടന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ആ സിം കാർഡിന്റെ ആക്സസ് വിച്ഛേദിക്കപ്പെടും. വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടും. ഈ പ്രദേശത്ത് ഉക്രൈന്റെ സിം കാർഡുകൾ റഷ്യക്ക് എളുപ്പത്തിൽ കിട്ടുന്നുമുണ്ട്. ഉക്രൈനിൽ നിന്ന് നിയമവിരുദ്ധ ഗതാഗത മാർഗങ്ങളിലൂടെ റഷ്യയ്ക്ക് അത് പോകുന്നുണ്ട്. ശരി, ഈ ഡ്രോണുകൾ നിർമ്മിക്കുകയും ഡ്രോണുകൾ ധാരാളം ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാൽ അവർക്ക് എങ്ങനെയാണ് പാട്രിയോട്ടിനെ തിരിച്ചറിയാൻ കഴിയുക? എങ്ങനെ പാട്രിയോട്ടിനെ റഷ്യയ്ക്ക് നശിപ്പിക്കാനാകും? 2 ആഴ്ച മുൻപ് ഒഡീഷയുടെ തീരപ്രദേശങ്ങളിൽ പാട്രിയോട്ടിന്റെ ലോഞ്ചറുകൾ റഷ്യ ഇസ്കാന്ദർ മിസൈലുകളെ നശിപ്പിച്ചു. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമതായി, വെറും 2 ദിവസം മുൻപ് അതേ കാർഖീവ് പ്രദേശങ്ങളിൽ ഒരു ഉക്രൈനിയൻ ടാങ്ക് നിർമ്മാണ യൂണിറ്റ്, പീരങ്കികളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള ഫാക്ടറി റഷ്യ ഇതേ ഡ്രോണുകൾ ഉപയോഗിച്ച് കോർഡിനേറ്റുകൾ ശേഖരിച്ച് ഉക്രൈനെതിരെ ഇസ്കാന്ദർ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് നശിപ്പിച്ചു. ഇപ്പോൾ ഉക്രൈനിലും പാട്രിയോട്ടിന്റെ കുറവുണ്ട്. അവർക്കിപ്പോൾ 2 യൂണിറ്റ് ഉണ്ടെങ്കിലും 3 യൂണിറ്റുകൾ വരും എന്ന് പറഞ്ഞാലും ഈ മുഴുവൻ ഉക്രൈൻ പ്രദേശം സംരക്ഷിക്കണമെങ്കിൽ 11 യൂണിറ്റുകൾ കിട്ടിയാൽ പോലും അവർക്കത് തികയില്ല. അവർക്കത് സംരക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ IRST, അതുമാത്രമല്ല SINPT, S-300 ഇവയൊക്കെ ഉപയോഗിക്കുന്നു. S-300നെ സംബന്ധിച്ചിടത്തോളം അവ പാട്രിയോട്ടിലും മികച്ചതായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പാട്രിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം മിതമായ റേഞ്ചിൽ ഇടത്തരം ഉയരത്തിൽ വരുന്ന ത്രെഡ്സിനെയും ലോ ഫ്ലൈ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന ത്രെഡ്സിനെയും എൻഗേജ് ചെയ്യും. 15,000 അടി പോലെ ഉയർന്ന ഉയരത്തിൽ വരുന്ന ലക്ഷ്യങ്ങളെ എൻഗേജ് ചെയ്യാൻ ഇപ്പോഴും പാട്രിയോട്ടിനേക്കാൾ S-300 ആണ് ഉക്രൈൻ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത്. കാരണം പാട്രിയോട്ടിന്റെ മിസൈൽ വിലയാണ്. ഒരു പാട്രിയോട്ട് മിസൈലിന് 4 ദശലക്ഷത്തിലധികം ചിലവ് വരുമ്പോൾ അത് കൂടുതൽ ഉപയോഗിക്കുന്നതിന് പകരം ചിലവ് കുറയ്ക്കുന്നതിന് S-300ന്റെ മിസൈലുകൾ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ഉക്രൈൻകാർ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരേ സമയം കൂടുതൽ ഡ്രോണുകൾ അയച്ചാൽ, ഒരു 50 ഡ്രോണുകൾ അയച്ചാൽ പ്രധാന ടാർഗറ്റിനെ നശിപ്പിക്കേണ്ട ഡ്രോൺസ് ഈ സ്വാൻഡ്രോം സേനയുടെ മധ്യഭാഗത്തുണ്ടാകുമെന്ന് ഗവേഷണം പറയുന്നു. ഒരു കൂട്ടം ഡ്രോണുകൾ ഒരേ സമയം ഉക്രൈനിലേക്ക് വരുമ്പോൾ ആദ്യം ഉക്രൈനിലെ എയർ ഡിഫൻസ് ക്രൂ മുന്നറിയിപ്പ് നൽകും. ഇതുപോലെ 50ലധികം ഡ്രോണുകൾ വരും. ഏതൊക്കെ മേഖലകളിൽ എത്ര ഡ്രോണുകൾ എത്തും, അതിന്റെ സഞ്ചാര പാത കണക്കാക്കുന്നതിന് മുൻപ് നമുക്ക് കഴിയുന്നത്ര വെടിവെക്കണം എന്ന് പറഞ്ഞ് വിമാനവേധ തോക്കുകൾ ഉപയോഗിച്ച് ആ ഡ്രോണുകളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്ന് രക്ഷപ്പെടുന്നവയെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്യും. ഇതൊരു സാധാരണ ഡ്രോണിന്റെ കാര്യത്തിലാണ്. ഷാഹിദിനെ പോലുള്ള ഡ്രോണുകൾ അയച്ചാൽ ഈ ഘട്ടത്തിൽ ഇത് സാധ്യമാകും. പക്ഷെ അകത്തേക്ക് കടക്കുന്ന സ്റ്റൈറോഫോം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കാർഡ്ബോർഡ് കൊണ്ട് നിർമ്മിച്ച ഡ്രോണുകളെ ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഫലപ്രദമായി നശിപ്പിക്കാൻ കഴിയില്ല. ഇത് യഥാർത്ഥ മിസൈലുകളെ പോലെ, യഥാർത്ഥ ഡ്രോണിനെ പോലെ പ്രവർത്തിച്ചാലും ഈ ഡ്രോണിനെ ലക്ഷ്യമാക്കി വെടിവെക്കുന്ന മിസൈലിന് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. ഇത് 1000 രൂപ മൂല്യമുള്ള ആയുധം ഉപയോഗിച്ച് വെറും 10 പൈസ മൂല്യമുള്ള വസ്തുവിനെ നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. കാരണം $4 മില്യൺ വിലമതിക്കുന്ന മിസൈൽ ഉപയോഗിച്ച് $2000 വിലയുള്ള ഒരു ഡ്രോണിനെ ഷൂട്ട് ചെയ്യുക എന്നത് ഉക്രൈനെ സംബന്ധിച്ച് ഒരു ലക്ഷ്യത്തെ നിർവീര്യമാക്കി എന്ന സംതൃപ്തി കിട്ടിയാലും സാമ്പത്തിക വശം നോക്കിയാൽ അല്ലെങ്കിൽ യുദ്ധഭൂമിയിലെ സാഹചര്യം നോക്കിയാലും യുദ്ധവുമായി ബന്ധപ്പെട്ട എന്ത് തന്നെ നോക്കിയാലും അത് ഉക്രൈന് വലിയ നഷ്ടം തന്നെയായിരിക്കും വരുത്തുക. അതിനാൽ ഈ പുതിയ തരം ഡ്രോണുകൾ, വളരെ വില കുറഞ്ഞ ഡ്രോണുകൾ റഷ്യ അകത്തേക്ക് അയച്ചാൽ പാട്രിയോട്ട് സിസ്റ്റം സജീവമാകുമ്പോൾ എവിടെയാണ് പാട്രിയോട്ട് ലോഞ്ചറുകൾ ഉള്ളത്, എവിടെയാണ് അവ തയ്യാറായിരിക്കുന്നത് എന്നതിന്റെ കോർഡിനേറ്റുകൾ മറ്റൊരു നിരീക്ഷണ ഡ്രോണിലൂടെ റഷ്യ ശേഖരിക്കും. അതേ സ്ഥലത്ത് ലോഞ്ചറുകളെ നശിപ്പിക്കാൻ ഇസ്കാന്ദർ മിസൈലുകളോ മറ്റു ക്രൂയിസ് മിസൈലുകളോ റഷ്യ ഉപയോഗിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ ആദ്യ വിജയമാണിത്. രണ്ടാമത്തെ വിജയം പാട്രിയോട്ട് വ്യവസ്ഥയെ പൂരിതമാക്കുക എന്നതാണ്. ഇപ്പോൾ പാട്രിയോട്ട് സിസ്റ്റം ഫലപ്രദമാണെങ്കിലും അതിന്റെ ലോഞ്ചറുകളിൽ നിന്ന് മിസൈലുകൾ തൊടുത്തുവിടുകയാണെങ്കിൽ അത് വീണ്ടും ലോഡ് ചെയ്യാൻ കുറഞ്ഞത് 20 മുതൽ 25 മിനിറ്റ് വരെ എടുക്കും. റീലോഡ് സൗകര്യം അതും സമീപത്താണെങ്കിൽ മാത്രം. ഈ 20 മിനിറ്റിനുള്ളിൽ റഷ്യ തീരുമാനിച്ചാൽ അടുത്ത ഘട്ട ആക്രമണം നടത്താനാകും. റഷ്യക്ക് മാത്രമല്ല, അതേ അവസ്ഥയാണ് റഷ്യയ്ക്കുള്ളിൽ ഉക്രൈൻ ആക്രമിക്കുമ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഈ സമയ ഇടവേള, ഈ 20 മിനിറ്റിനുള്ളിൽ ഒരു നഗരത്തെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ആ ശക്തി റഷ്യയുടെ സൈന്യത്തിന് ലഭിക്കുന്നു. അതുകൊണ്ട് പാട്രിയോട്ട് സമ്പ്രദായം നശിച്ചാലും റഷ്യയ്ക്ക് അത് നേട്ടമാണ്. അല്ലാത്തപക്ഷം പാട്രിയോട്ട് സംവിധാനം പൂരിതമാണെങ്കിലും അതും റഷ്യയുടെ സുപ്രധാന വിജയമാണ്. ഈ രീതിയിലാണ് പാട്രിയോട്ട് സംവിധാനത്തെ ചെറുക്കാനും
ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും പൂരിതമാക്കാനും കഴിഞ്ഞ 5 ദിവസമായി റഷ്യ ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഉക്രൈനെ കൊണ്ട് ഈ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കാർക്കീവ് മേഖലയിൽ, അതുമാത്രമല്ല ഡോൺബോസ് മേഖലയിലും യുദ്ധം രൂക്ഷമായത്. ഇതിലെ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഇന്നലെ കാർക്കീവ് മേഖലയിൽ റഷ്യ കാർക്കീവിലേക്ക് 3 കിലോമീറ്ററോളം മുന്നേറി അവരുടെ മുൻനിരയിൽ നിലയുറപ്പിച്ചു. വരും ദിവസങ്ങളിൽ ഈ നിര ഇനിയും വർദ്ധിക്കും. റഷ്യ ചെസ്വിയാർ പിടിച്ചടക്കിയതുപോലെ പ്രധാനപ്പെട്ട കാർക്കീവ് പട്ടണങ്ങളും റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം സംരക്ഷിക്കാൻ ഉക്രൈനും കഴിയുന്നില്ല. ഇത് എല്ലാവരും അംഗീകരിക്കണം. നിങ്ങളൊരു കീവ് ഇൻഡിപെൻഡന്റ്, കീവ് പോസ്റ്റ്, ഇങ്ങനെ കീവ് ഓറിയന്റഡ് മീഡിയ എന്ത് നോക്കിയാലും കാർക്കീവിൽ റഷ്യയുടെ ആക്രമണം വർദ്ധിക്കുന്നതായി അവർ പറയുന്നു. അവർ തങ്ങളുടെ പിന്നാലെ വരുന്നു എന്നത് പറയുന്നില്ല. കാരണം അവർക്കത് പറയാനും കഴിയില്ല. റഷ്യയുടെ ആക്രമണം ഉക്രൈൻ സ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു എന്നൊക്കെയാണ് റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ച് അവർ പറയുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. കാർക്കീവിൽ നിന്ന് ഉക്രൈൻ പതിയെ പതിയെ പിന്നിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കാർക്കീവ് വീണ്ടും റഷ്യയുടെ നിയന്ത്രണത്തിലാകും. അതിൽ അതിശയിക്കാനും ഒന്നുമില്ല. കാരണം ഇപ്പോൾ എല്ലാവരും പുഷ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വന്നാൽ യുദ്ധത്തിന്റെ ഫലം തന്നെ മാറും. നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു, ഞാൻ ഓഫീസിലായിരിക്കുമ്പോൾ പുടിൻ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം പുടിൻ എത്രത്തോളം ചിന്തിച്ചാലും ഞാൻ അവനേക്കാൾ മോശമായി ചിന്തിക്കുന്നുവെന്ന് പുടിന് നന്നായി അറിയാം. അതിനാൽ ഞാൻ ഓഫീസിലായിരിക്കുമ്പോൾ ഒരു യുദ്ധം ആരംഭിക്കാൻ കഴിയാത്തതിനാൽ ബൈഡൻ വളരെ ദുർബലനായിരുന്നു. എന്നാൽ അവന്റെ ഭരണത്തിൽ അവർ ഈ യുദ്ധം ആരംഭിച്ചു. ഞാൻ വീണ്ടും ഓഫീസിൽ വന്നാൽ ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും. അതിനാൽ അതിനു മുൻപ് റഷ്യക്ക് ആക്കം കൂട്ടണം. അതിനു മുൻപ് റഷ്യ കൈവശപ്പെടുത്തിയ പ്രദേശം വികസിപ്പിക്കേണ്ടതുണ്ട്. എങ്കിലേ നാളെ അവർ ഒരു സമാധാന ചർച്ചയ്ക്ക് പോയാൽ അവിടെ റഷ്യക്ക് ശക്തമായ ചില കാര്യങ്ങൾ പറയാൻ കഴിയൂ. എനിക്ക് ഈ ഭൂമി തിരികെ നൽകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ നിയന്ത്രണം എനിക്ക് തിരികെ നൽകണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം എന്ന ഒരു വലിയ ഡിമാൻഡിലൂടെ ഉക്രൈന് വലിയൊരു സമ്മർദ്ദം ചെലുത്താനുമാകും. ഇതിനായി റഷ്യ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒഡീഷയെ വീണ്ടും ലക്ഷ്യം വയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രത്യേകിച്ചും ഈ കാർക്കീവ് ആക്രമണം, ഒഡീഷയിൽ റഷ്യയുടെ ആക്രമണം, ഈ ആക്രമണങ്ങളുടെ വീര്യം വർദ്ധിച്ചു വരികയാണ്. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.